കർത്താവിൽ പ്രിയരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ നാം. ഇന്ന് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദൃശവാക്യ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. വാക്കിനെക്കുറിച്ച്, വചനത്തെക്കുറിച്ച് ആഴമായി നാം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത അനുഭവത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വചനത്തിൻ്റെ, വാക്കിൻ്റെ അവഗാഹമായ സാധ്യതകളെക്കുറിച്ച് നാം ദൈവവചനവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാറുണ്ട്. വാക്ക് സൃഷ്ടി സാധ്യമായ വാക്കാണ്. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, അതുണ്ടായി. കാലാന്തരങ്ങളിൽ വാക്ക് ദൈവവും മനുഷ്യനും, മനുഷ്യർ തമ്മിലും സംഭാഷണത്തിനായി ഉപയോഗിച്ച മാധ്യമമാണ്. അത് പ്രചോദനത്തിനും അത് ശാസനയ്ക്കും ഉപയോഗപ്പെട്ടതായി നമുക്കറിയാം. നിയമസംഹിതകളിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിച്ച വാക്ക്, പ്രവാചക ശബ്ദമായി മാറിയ വാക്ക്, മുന്നറിയിപ്പുകളായി മാറിയ വാക്ക്. അതുപോലെ തന്നെ നാം ചിന്തിക്കുമ്പോൾ വേദനിക്കുന്നവന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് എഴുന്നേറ്റ് ഭക്ഷിക്ക എന്ന് ഏലിയാവിനോട് പറഞ്ഞ ആശ്വാസത്തിന്റെ വാക്ക്, പ്രതീക്ഷയുടെ വാക്ക്, പ്രത്യാശയുടെ വാക്ക്. കാളവന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്റെ ജനം അറിയുന്നില്ല എന്ന് പറഞ്ഞ ദൈവവിലാപത്തിന്റെ വാക്ക്. ദൂതൻ യോസെഫിന്റെയും മറിയയുടെയും അരികിലെത്തി മെശിഹായുടെ ജനനത്തെക്കുറിച്ച് പ്രഖ്യാപിച്ച വാക്ക്. മെശിഹായുടെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന വിമോചനത്തിന്റെ വാക്ക്. സഖായിയെ, ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുന്ന ദൈവത്തിന്റെ നമ്മുടെ ജീവിതങ്ങളിലെ ഇടപെടലിന്റെ വാക്ക്. സൗഖ്യദായകമായ വാക്ക്. കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞ് കാഴ്ച നൽകുന്നത് പോലെ എത്രയോ എത്രയോ ആളുകൾക്ക്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എന്റെ ഹിതമല്ല നിന്റെ ഹിതം തന്നെ നൽകണമേ എന്ന് പറയുന്ന സമർപ്പണത്തിന്റെ വാക്ക്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് യാചിക്കുന്ന ക്ഷമയുടെ വാക്ക്. ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം നിങ്ങളെയും ചേർത്തുകൊള്ളുവാൻ വീണ്ടും വരും എന്ന് പറയുന്ന പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാക്ക്. പ്രിയരെ, ഇന്ന് വീണ്ടും സദൃശവാക്യത്തിലെ നാവിനെക്കുറിച്ച്, വാക്കുകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ജ്ഞാനിയുടെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. 2 തരത്തിലുള്ള നാവുകൾ. ഒന്ന് ജ്ഞാനിയുടെ നാവ്, മറ്റൊന്ന് ഭോഷന്റെ നാവ്. ജ്ഞാനിയുടെ നാവിൻ്റെ പ്രത്യേകത, അത് നല്ല പരിജ്ഞാനം പൊഴിക്കുന്ന നാവാണ്. ഭോഷന്റെ നാവോ, അത് ഭോഷത്വം പൊഴിക്കുന്ന നാവാണ്. സദൃശവാക്യത്തിൽ ജ്ഞാനി പല ആവർത്തി നാവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, വാക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. രാജാവ് തലമുറകൾക്ക് പകർന്നു നൽകുന്ന ഏറ്റവും വലിയ ജ്ഞാനം ഒരുപക്ഷെ രാജതലമുറകൾക്ക് തന്നെയാകണം. അതുകൊണ്ടാണ് 18-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ അതിൻ്റെ കേന്ദ്രമായ ആ ആശയം നാം കാണുന്നത്. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതാരും ഒരിക്കലും മറക്കരുതാത്ത യാഥാർത്ഥ്യമാണ്. ഒരു രാജാവ് തൻ്റെ മുന്നിൽ ന്യായപാലനത്തിനായി ഒരു വ്യക്തി കൊണ്ടുവരപ്പെടുമ്പോൾ, അയാൾ കുറ്റക്കാരനോ കുറ്റാരോപിതനോ ആകട്ടെ, രാജാവിൻ്റെ വാക്കുകൾക്ക് അയാളെ സ്വാതന്ത്ര്യം നൽകുവാനായിട്ട് കഴിയും, ജീവൻ നൽകുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ രാജാവിൻ്റെ വാക്കുകൾക്ക് മരണദണ്ഡന നൽകുവാനും കഴിയും. ജീവനും മരണവും നാവിന്മേലിരിക്കുന്നു എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം താഴെ തട്ടിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും കാണുവാനായിട്ട് കഴിയും. ബന്ധങ്ങളിൽ ജീവൻ നിലനിർത്തുവാൻ,
ബന്ധങ്ങൾ മരണപ്പെടുവാൻ കാരണം പലപ്പോഴും വാക്കുകളാണ്. വാക്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അതുകൊണ്ട് തന്നെ വളരെ വളരെ അവഗാഹമായി ജ്ഞാനി പലവട്ടം പറയുന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ നാം കണ്ടതുപോലെ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഏതു തരത്തിലുള്ള സംഘർഷ സാധ്യതയെയും ലഘൂകരിക്കുവാൻ, ഏതു തരത്തിലുള്ള കോപാവസ്ഥയ്ക്കും പരിഹാരമുണ്ടാക്കുവാൻ വാക്കുകൾക്ക് കഴിയും. അതുപോലെ തന്നെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുവാനും സൃഷ്ടിക്കപ്പെട്ട സംഘർഷങ്ങൾ വളരുവാനും വാക്കുകൾ കാരണമായി തീരുന്നു എന്നതും പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൃദുവായ ഉത്തരം, ശ്രദ്ധയോടെ നാം പറയുന്ന വാക്കുകൾ, ശ്രദ്ധയോടെ നാം തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് അവിടെ. 4-ാം അധ്യായം നാം പഠിച്ചപ്പോൾ അതിന്റെ 24-ാം വാക്യത്തിൽ വായുടെ വക്രതയും അധരങ്ങളുടെ വികടവും നിങ്ങളിൽ നിന്ന് അകറ്റുക. നാവിന് സംഭവിക്കാവുന്ന 2 യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള അതിശക്തമായ മുന്നറിയിപ്പാണ് അവിടെ ഞാൻ ഈ നൽകുന്നത്. വക്രത നിറഞ്ഞ നാവുകൾ ലോകത്തിൽ സൃഷ്ടിക്കുന്നതായിട്ടുള്ള പ്രയാസവും പ്രതിസന്ധിയും, വികടം നിറഞ്ഞ വാക്കുകൾ ലോകത്തിൽ സൃഷ്ടിക്കുന്നതായിട്ടുള്ള കണ്ണുനീരിന്റെ യാഥാർത്ഥ്യങ്ങൾ. ദയവ് ചെയ്ത് അത് നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകരുത്. നിന്നിൽ നിന്ന് അകറ്റിക്കളയണമെന്ന് ജ്ഞാനി പലവരു ഓർമ്മപ്പെടുത്തി. സദൃശവാക്യക്കാരൻ ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ്. 10-ാം അധ്യായത്തിന് 31-ാം വാക്യത്തിൽ നീതിമാന്റെ വായി ജ്ഞാനം മുളപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. നീതിമാൻ തൻ്റെ ജീവിതം ദൈവവുമായി നേരെയായിരിക്കണമെന്ന്, തൻ്റെ ജീവിതം സഹസൃഷ്ടികളുമായി നേരെയായിരിക്കണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ അവൻ്റെ വായി ജ്ഞാനം മുളപ്പിക്കുന്നു. കർഷക പശ്ചാത്തലത്തിൽ വിത്ത് മുളപ്പിക്കുന്നത് പോലെ ജ്ഞാനത്തിൻ്റെ വിത്തുകൾ പാകി, ആ വിത്ത് മുളയ്ക്കുവാൻ ആവശ്യമായ മണ്ണൊരുക്കി, ആ മണ്ണിൽ ആവശ്യമായ ജലാംശവും ആ വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങളും ഒരുക്കി വിത്തിനെ മുളപ്പിക്കുവാൻ അഹോരാത്രം പണിയെടുക്കുന്ന കർഷകന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ടാണ് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നത്. നീതിമാന്റെ വായി ജ്ഞാനം മുളപ്പിക്കുന്നു. ഏതു തരിശു നിലത്തിലും ജ്ഞാനം മുളപ്പിക്കുവാനായി നീതിമാന് കഴിയുന്നു. സാധാരണ അധ്യാപകരോട് നാം പറയുന്ന യാഥാർത്ഥ്യമാണത്. ഏതു ഭൂമിയിലും ജ്ഞാനം മുളപ്പിക്കുവാൻ നീതിമാനായ തൻ്റെ തൊഴിലിനോട് 100% ആത്മാർത്ഥത പുലർത്തുന്ന ഒരു അധ്യാപകന് കഴിയും, ഒരു പട്ടക്കാരന് കഴിയും. അതുപോലെ തന്നെ ജീവിതത്തിൽ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനായി കഴിയുന്ന സാഹചര്യങ്ങളിൽ ആയിരിക്കുന്ന എല്ലാവർക്കും കഴിയും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. പലയാവർത്തി ഞാനീ പറയുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് 12-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ, സദൃശവാക്യത്തിൽ നാം വായിച്ചത്. ജ്ഞാനിയുടെ നാവ് സുഖദായകം, സൗഖ്യം നൽകുന്ന വാക്കുകൾ. നാവുകൾക്ക് സ്വാസ്ഥ്യം ഇല്ലാതാക്കുവാനും സൗഖ്യം ഇല്ലാതാക്കുവാനും സൗഖ്യം നൽകുവാനും കഴിയും. പലപ്പോഴും നമ്മുടെ ചുറ്റും നാം തിരിഞ്ഞു നോക്കുമ്പോൾ അനേകരുടെ ജീവിതത്തിലെ മാനസിക സംഘർഷങ്ങൾക്കു കാരണം അവർ കേട്ട ക്രൂരമായ വാക്കുകളാണ്. അനേകരുടെ ജീവിതത്തിലെ വൈകാരിക സംഘർഷങ്ങൾക്കു കാരണം അവർ കടന്നുപോയ പ്രതിസന്ധി നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലമാണ്. അനേകരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ശാരീരികമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും അതിനും കാരണം ചിലപ്പോൾ വാക്കുകൾ ഏൽപ്പിച്ച അഘാതമാണ് എന്ന് നമുക്കറിയുവാനായിട്ട് കഴിയും. ആ യാഥാർത്ഥ്യത്തിലാണ് ജ്ഞാനിയുടെ വാക്ക്, ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പൊഴിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. ജ്ഞാനിയുടെ നാവ് സൗഖ്യദായകമാണ്. അത് മനസ്സിന്റെ പ്രക്ഷുബ്ധതയെ ശാന്തമാക്കുവാൻ ഉതകുന്നതാണ്. അത് വൈകാരികമായ വിസ്ഫോടനങ്ങളെ ശാന്തമാക്കുവാൻ കഴിയുന്നതാണ് എന്ന് നാം ഓർമ്മിപ്പിക്കപ്പെടുന്നത്. വായയെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നുവെന്നാണ് സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം കണ്ടത്. പ്രാണൻ
അത് സ്വന്തം പ്രാണനെയും അത് കുടുംബത്തിൻ്റെ പ്രാണനെയും അപരൻ്റെ പ്രാണനെയും സൂക്ഷിക്കുവാൻ കഴിയണമെങ്കിൽ അടിസ്ഥാനപരമായി വായയെ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. വായ ഉപയോഗിച്ചാണ് പലപ്പോഴും സംഘർഷങ്ങളിലേക്ക് നാം നടന്നു ചെല്ലാറുള്ളത്, പ്രതിസന്ധികളിലേക്ക് നാം കടന്നു ചെല്ലാറുള്ളത് എന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യവും സദൃശവാക്യം പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. രണ്ട് നല്ല സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കൾ ഇന്ന് സുഹൃത്തുക്കളല്ലാതായി പോയിരിക്കുന്നുവെന്ന് വളരെ അടുപ്പത്തിൽ ജീവിച്ചിരുന്ന അയൽക്കാർ, അവർ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നതായി നാം തിരിച്ചറിയുന്നു. അതിന് കാരണം അന്വേഷിക്കുമ്പോഴാണ് ഈ ഹൃദയങ്ങളിൽ സംശയത്തിൻ്റെ വിത്ത് പാകിയ ഏഷണിക്കാരനെ കുറിച്ച് നാം കാണുന്നത്. അനേകർ അത്തരത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. സ്നേഹിതരെ തമ്മിൽ അകറ്റുന്നതിൽ ക്രൂരമായൊരാനന്ദം കണ്ടെത്തുന്ന ഏഷണിക്കാരൻ, സത്യങ്ങൾക്ക് പകരം അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പറഞ്ഞ് ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഏഷണിക്കാരൻ. വാക്ക്, മൂടന്റെ വാക്ക്, ഭോഷത്വം പൊഴിക്കുന്ന വാക്ക് ബന്ധങ്ങളെ തകർക്കുന്ന വാക്കാണ് എന്ന് നിരന്തരമായി പറയുന്ന യാഥാർത്ഥ്യമാണ് ഈ സദൃശവാക്യത്തിലും ജ്ഞാനി രേഖപ്പെടുത്തുന്നത്. 12-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നാം പഠിച്ചപ്പോൾ, സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കുന്നു, വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധേയമായി നിത്യതയിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്, നിത്യജീവനിലേക്ക് നിത്യനാശത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് അവിടെ നാം കാണുന്നത്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന നാവ്, സത്യത്തിനു വേണ്ടി പോരാടാൻ തയ്യാറുള്ള നാവ്, സത്യത്തിനു വേണ്ടി നിലപാടുകൾ എടുക്കുവാൻ തയ്യാറുള്ള നാവ്, സത്യത്തിനു വേണ്ടി നിശബ്ദരായിരിക്കുവാൻ വിസമ്മതിക്കുന്ന നാവ്, ആ നാവ് എന്നേക്കും നിലനിൽക്കുന്ന നിത്യതയുടെ ഭാഗമായി തീരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, മറുവശത്ത് വ്യാജം പറയുന്ന വാക്ക്, കള്ളം പറയുന്ന നാക്ക്, അത് അല്പനേരത്തേക്ക് മാത്രം നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. വളരെ വ്യക്തമായി ജ്ഞാനി ഓർമ്മപ്പെടുത്തുകയാണ് ഈ യാഥാർത്ഥ്യം. നമ്മുടെ വാക്കുകൾ സന്തോഷദായകമാണ്, നമ്മുടെ വാക്കുകൾ സന്താപദായകമാണ് എന്ന്. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം എന്ന് ഞാൻ പറയുമ്പോൾ, അനേകരുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ സമയത്ത് ഒരാശ്വാസവാക്ക്, ഏറ്റവും ആവശ്യമായ സമയത്ത് ഒരു പ്രോത്സാഹന വാക്ക്, ഏറ്റവും ആവശ്യമായ സമയത്ത് ഒരു കരസ്പർശം, അത് വളരെ ഗുണം ചെയ്യുന്നു. അതെത്ര മനോഹരമായ അവസ്ഥയാണ് എന്ന് ജ്ഞാനി ഓർമ്മപ്പെടുത്തുകയാണ്. വായിലെ വാക്കുകളാൽ നിങ്ങൾ കുടുങ്ങിപ്പോകും എന്നോർത്തുകൊള്ളുവിൻ, വായിലെ മൊഴികളാൽ നിങ്ങൾ പിടിക്കപ്പെടും എന്നോർത്തുകൊള്ളുവിൻ. ഒരുപക്ഷെ വാക്കുകൾ അത് എത്ര സങ്കീർണമായ യാഥാർത്ഥ്യമാണ് എന്ന് വിരൽ ചൂണ്ടപ്പെടുകയാണ് അവിടെ. ശ്രദ്ധേയമായ മറ്റൊരു യാഥാർത്ഥ്യം ഇത്തരുണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്, എവിടെ നിശബ്ദരായിരിക്കണം, എവിടെ സംസാരിക്കണം. സംസാരിക്കുമ്പോൾ വാക്കുകൾ എത്ര പ്രാധാന്യത്തോടെ നാം എടുത്തുപയോഗിക്കണം എന്നും ജ്ഞാനി പലവരു പറഞ്ഞു. 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ, വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല, വാക്ക് കൂടുന്നിടത്താണ് ലംഘനത്തിനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നത് എന്ന് പറയുന്ന ജ്ഞാനി, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാനെന്ന് നിരന്തരം ഓർമ്മപ്പെടുത്തുകയാണ്. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടതയിൽ നിന്ന് വിടുവിക്കുന്നു എന്നും ജ്ഞാനി പറയുമ്പോൾ, ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പൊഴിക്കുന്നു, മൂഢന്മാരുടെ നാവോ ഭോഷത്വം പൊഴിക്കുന്നുവെന്ന സദൃശവാക്യത്തിന്റെ അടിസ്ഥാനം നാം മനസ്സിലാക്കുകയാണ്. ജ്ഞാനിയുടെ നാവും മൂഢന്റെ നാവും അതുകൊണ്ട് തന്നെ സദൃശവാക്യത്തിൽ വായിക്കുന്നത് പോലെ നാം തുലനം ചെയ്യുമ്പോൾ, ജ്ഞാനത്തിന്റെ നാവ്
സൗഖ്യദായകം ആകുന്നത് പോലെ തന്നെ മൂഢന്റെ നാവ് അത് മുറിവുകൾ ഉണ്ടാക്കുന്നതാണ് എന്ന് നാം തിരിച്ചറിയുന്നു. ജ്ഞാനിയുടെ നാവ് ആശ്വാസദായകമാകുന്നത് പോലെ മൂഢന്റെ നാവ് കൊടുങ്കാറ്റുകളെ സൃഷ്ടിക്കുന്നുവെന്ന് നാം തിരിച്ചറിയുന്നു. ജ്ഞാനിയുടെ നാവ് പാലങ്ങൾ പണിയുന്നത് പോലെ മൂഢന്റെ നാവ് ബന്ധങ്ങളെ തകർക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. ജ്ഞാനിയുടെ നാവ് സത്യം വിളിച്ചു പറയുമ്പോൾ മൂഢന്റെ നാവ് അസത്യത്തിന്റെ വഴികളിൽ നിലനിൽക്കുന്നു. ജ്ഞാനിയുടെ നാവ് അത് ജ്ഞാനം പൊഴിക്കുമ്പോൾ, അത് മനസ്സിലാക്കലിലേക്ക്, അവഗാഹമായ അറിവുകളിലേക്ക് വഴിതെളിക്കുമ്പോൾ, മൂഢന്റെ നാവ് അത് പലപ്പോഴും ഭോഷത്വത്തെ പൊഴിക്കുന്ന അനുഭവമാണ്. ജ്ഞാനിയുടെ നാവ് ശാന്തത സൃഷ്ടിക്കുമ്പോൾ, സമാധാനം സൃഷ്ടിക്കുമ്പോൾ, സംഘർഷങ്ങളെ ലഘൂകരിക്കുമ്പോൾ, മൂഢന്റെ നാവ് കോപത്തെ സൃഷ്ടിക്കുന്നുവെന്നും നാം തിരിച്ചറിയണം. ജ്ഞാനി അധികം സംസാരിക്കാതിരിക്കുമ്പോൾ, നാവിനെ നിയന്ത്രിക്കുമ്പോൾ, മൂഢൻ അധിക പ്രസംഗത്താൽ ലംഘനങ്ങളിലേക്ക് സ്വയം നടന്നു ചെല്ലുന്നു എന്ന് നാം തിരിച്ചറിയണം. ജ്ഞാനി ഏതൊരു സാഹചര്യത്തിലെയും മനസ്സിലാക്കി മാത്രം പ്രതികരിക്കുമ്പോൾ, മൂഢൻ തന്റെ എടുത്തുചാട്ടത്താൽ ശ്രദ്ധേയനാണ് എന്ന് നാം തിരിച്ചറിയണം. ജ്ഞാനത്തിന്റെ വാക്കുകൾ ജീവിതത്തെ പടുത്തുയർത്തുമ്പോൾ, മൂഢൻ ജീവിതത്തെ തച്ചുടയ്ക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ചുണ്ടിൽ കല്ലിട്ട് പറക്കുന്ന പക്ഷികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. തടാകത്തിന്റെ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് പോകുമ്പോൾ തടാകജീവികൾ അവരെ ആക്രമിക്കുവാനായിട്ട് കാരണം അവരുണ്ടാക്കുന്ന ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു വശത്തു നിന്ന് പറക്കുവാൻ ആരംഭിക്കുന്നതിന് മുമ്പ് ചുണ്ടിൽ കല്ല് കടിച്ചു പിടിച്ച് മറുവശത്തേക്ക് പറക്കുന്ന പക്ഷി താൻ ശബ്ദമുണ്ടാക്കാതിരുന്നാൽ, മിണ്ടാതിരുന്നാൽ തന്റെ ജീവൻ രക്ഷപ്പെടും എന്ന തിരിച്ചറിവിലൂടെ ചെയ്യുന്ന അനുഭവത്തെ പോലെ മൗനത്തിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിയുന്ന ജ്ഞാനിയെക്കുറിച്ച് നാം കാണുന്നു. അനുഗ്രഹദാതാവായി മാറുന്ന ജ്ഞാനി ഒരുപക്ഷെ പ്രതിസന്ധിയിലേക്ക് വഴിനടക്കുന്ന മൂഢനിൽ നിന്നും വ്യത്യസ്തമാകുന്നത് അവിടെയാണ്. ജ്ഞാനി അറിവിനാൽ വഴിതെളിക്കപ്പെടുമ്പോൾ, മൂഢൻ വികാരങ്ങളുടെ അടിമയാണ്. അതുകൊണ്ട് നമ്മുടെ നാവുകളെക്കുറിച്ച്, നമ്മുടെ വാക്കിനെക്കുറിച്ച് ഈ സദൃശവാക്യം പുനർചിന്തനം ചെയ്യുവാൻ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ, നമ്മുടെ വാക്കുകൾ ജ്ഞാനത്തിൻ്റെ വാക്കുകളാണോ? നമ്മുടെ വാക്കുകൾ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകളാണോ? അനേകരുടെ ജീവിതത്തിൽ വളർച്ചയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അവർ ജീവിതത്തിൽ ഔന്നത്യത്തിൽ എത്തിയ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, തീർച്ചയായും ഒരു ഘടകം അവരുടെ കഠിന പരിശ്രമം തന്നെയാണ്. സഹചർ ഉറങ്ങവേ നിശയിൽ അവർ ഉണർന്നിരുന്ന് അധ്വാനിച്ചതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അവരോട് നാം അല്പം കൂടി ആഴമായ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, അവരുടെ എല്ലാം ജീവിതത്തിൽ സ്നിഗ്ധഘട്ടങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിച്ച, അവരുടെ അരികിൽ പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞ അവരുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് അവർക്ക് പറയുവാനുണ്ടാകും. ജ്ഞാനിയുടെ വാക്കുകൾ പ്രോത്സാഹന വാക്കുകളാണ്. നമ്മുടെ വാക്കുകൾ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളാണോ? ജ്ഞാനിയുടെ വാക്കുകൾ അറിവ് പകർന്നു നൽകുന്ന വാക്കുകളാണ്. ഒരു വ്യക്തിയോട് ചേർന്ന് അല്പസമയം ചെലവഴിച്ചാൽ അതെത്ര ആനന്ദദായകമാണ്, അറിവ് നൽകുന്നതാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ചില വ്യക്തികളോട് എത്ര സമയം സംസാരിച്ചാലും അതിൽ നിന്നൊന്നും നേടുവാനില്ല എന്നും നാം തിരിച്ചറിയും. നമ്മുടെ നാവ് ജ്ഞാനം പകർന്നു നൽകുന്ന നാവാണോ? തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ എന്ന് പാടിയ കവിയെ നമുക്കറിയാം. നാവ് ആരാധനയുടെ അനുഭവമാണ്, സുവിശേഷ പ്രഘോഷണത്തിന്റെ അനുഭവമാണ്. നാവ് സാക്ഷ്യത്തിന്റെ സാധ്യത നൽകുന്ന അനുഭവമാണ്. നമ്മുടെ നാവ്
ജ്ഞാനം പൊഴിക്കുന്ന അനുഭവത്തിൽ ഉപയോഗിക്കുവാൻ നമുക്കാവുന്നുവോ? നാവ് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. സ്നേഹത്തിൻ്റെ വാക്കുകൾ, കരുതലിൻ്റെ വാക്കുകൾ. സ്നേഹത്തിൻ്റെ പ്രത്യേകത, സ്നേഹം അത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് എന്നത് മാത്രമല്ല, പങ്കുവയ്ക്കപ്പെടുന്നുവെന്ന് അവരന് അനുഭവയോഗ്യമാവുകയും വേണം. അവിടെയാണ് വാക്കുകളുടെ പ്രാധാന്യം. നാം സ്നേഹിക്കുന്നവരോട് പറയുന്ന വാക്കുകൾ നമ്മിൽ നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാകണം, പരിസ്ഫുരണങ്ങളാകണമെന്ന് സദൃശവാക്യക്കാരൻ ഓർമ്മപ്പെടുത്തുകയാണ്. വാക്കുകൾ, സമാധാനത്തിൻ്റെ വാക്കുകൾ, അനുരഞ്ജനത്തിൻ്റെ വാക്കുകൾ. എൻ്റെയും നിങ്ങളുടെയും വാക്കുകളെക്കുറിച്ച് നാം വിലയിരുത്തുമ്പോൾ, വിചിന്തനം ചെയ്യുമ്പോൾ, അത് അനുരഞ്ജനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വഴിതെളിക്കുന്നതാണോ അല്ല ബന്ധങ്ങളെ അകറ്റുന്നതാണോ? അത് പാലങ്ങൾ പണിയുന്നതാണോ പാലങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതാണോ എന്നും ഒരുമിച്ച് ചിന്തിക്കുന്നത് നന്നാവും. ജ്ഞാനത്തിൻ്റെ വാക്കുകൾ എന്നും നന്ദിയുടെ വാക്കുകളാണ് എന്ന് നാം തിരിച്ചറിയണം. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന ചോദ്യം എത്രയെത്ര ഉത്തരങ്ങളിലേക്കാണ് വഴിതെളിക്കുന്നത്. എന്നാൽ നന്ദിയില്ലായ്മ ലോകത്തിൻ്റെ മുഖമുദ്രയായി മാറുന്നൊരു ലോകത്ത് അറിവുള്ളവൻ, ജ്ഞാനമുള്ളവൻ നന്ദി എന്നൊരു വാക്ക് പറയുവാൻ തൻ്റെ നാവിനെ ഉപയോഗിക്കും എന്ന് വളരെ വ്യക്തമായി സദൃശവാക്യക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. വാക്കുകൾ ആശ്വാസദായകമായ വാക്കുകളായി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയും. ജ്ഞാനിയുടെ നാവ് ആശ്വാസദായകം എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാവുകളും ആശ്വാസദായകമായ നാവുകളായി ഉപയോഗിക്കുവാൻ നമുക്കാവുന്നുവോ? വാക്കുകൾ സത്യത്തിനു വേണ്ടി നിലപാടെടുക്കുന്ന സത്യത്തിൻ്റെ വാക്കുകളാണ്. പലപ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ. ഒരു സാധാരണ കേസ് ന്യായാധിപന്റെ മുന്നിലെത്തി. ആ ന്യായാധിപൻ സാക്ഷിയായി വന്ന ഒരു പട്ടക്കാരനെ വിസ്താരം ചെയ്യുന്ന അനുഭവത്തിൻ്റെ മധ്യേ പട്ടക്കാരൻ പറഞ്ഞ ഒരു പ്രസ്താവനയോട് വക്കീൽ ചില ചോദ്യങ്ങൾ ഉയർത്തി. ന്യായാധിപൻ പറഞ്ഞു, അദ്ദേഹം ഒരു പട്ടക്കാരനാണ്, അദ്ദേഹം അസത്യം പറയുകയില്ല എന്ന്. എല്ലാ പട്ടക്കാരോടും ആ ന്യായാധിപൻ വിരൽ ചൂണ്ടി നൽകുന്നൊരു സന്ദേശമുണ്ട്. ശരിയാണോ അത്? അസത്യം പറയാത്ത നാവുകൾ, അസത്യം പറയുവാൻ വിസമ്മതിക്കുന്ന നാവുകൾ, ജ്ഞാനത്തിൻ്റെ നാവുകൾ അത്തരത്തിലുള്ള നാവുകളാകണം. അത് സത്യത്തിനു വേണ്ടി നിലപാടെടുക്കുക, നീതിക്കു വേണ്ടി നിലപാടെടുക്കുക എന്ന് പറയുന്ന അനുഭവമാകണം. അടിച്ചമർത്തലിന്റെ അനുഭവത്തിലൂടെ അനേകർ ജീവിക്കുമ്പോൾ ദൈവവചനം മോശയുടെ അരികിലെത്തി പറഞ്ഞത്, നീ ചെല്ലുക, ഫറവോന്റെ അടുക്കലേക്ക് പോവുക, എൻ്റെ ജനത്തെ വിടുവിക്കുക എന്ന്, വിട്ടയക്കുക എന്ന് അവനോട് പറയുക. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ ഇന്ന് കണ്ടു, അവരുടെ കരച്ചിൽ ഞാൻ ഇന്ന് കേട്ടു. ഞാൻ നിന്നെ അവരുടെ അടുക്കിലേക്ക് അയക്കുന്നത് അവരുടെ വേദന അറിഞ്ഞിട്ടാണ്. നീ ചെന്ന് വിമോചനത്തിൻ്റെ നാവായി മാറുന്ന, വക്താവായി മാറുന്ന അനുഭവമാണ് മോശയോട് ദൈവം പറയുന്നത്. ജ്ഞാനിയുടെ വാക്ക് നല്ല പരിജ്ഞാനം പൊഴിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും പൊരുളും അവിടെ നാം കാണുകയാണ്. മറുവശത്ത് മൂഢന്റെ വാക്ക് ഭോഷത്വം. ഭോഷത്വം എന്നതിന് പലയാവർത്തി പല തലങ്ങളിൽ അർത്ഥങ്ങൾ സദൃശവാക്യക്കാരൻ വിവക്ഷ ചെയ്യുന്നുണ്ട്. സത്യം പറയേണ്ടിടത്ത് അസത്യം പറയുന്നത് മാത്രമാണോ ഭോഷത്വം? ആലോചിക്കാതെ അനാവശ്യമായി പറയുന്ന പൊട്ടച്ചൊല്ല് മാത്രമാണോ ഭോഷത്വം? വാക്കുകൾ അവ സൃഷ്ടിക്കുവാൻ സാധ്യമായ ആഘാതങ്ങളെക്കുറിച്ച് വിലയിരുത്താതെ ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണോ ഭോഷത്വം? ഭോഷത്വത്തോടെ ഉപയോഗിക്കപ്പെടുന്ന, ഭോഷത്വത്തെ പൊഴിക്കുന്ന അനുഭവം, അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ നമുക്കാവില്ല. മൂഢൻ വാക്കുകളുടെ ബഹുലതയാൽ
പിടിക്കപ്പെടുമ്പോൾ ജ്ഞാനി വാക്കുകളുടെ ലോപതയിൽ ശ്രദ്ധേയനായി മാറുന്ന അനുഭവം. ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്തു ജനനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വചനം ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തവൻ എന്ന് മാത്രമല്ല, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ചോദ്യം ആ നവജാത ശിശുവിന് നമ്മുടെ ഉള്ളിൽ ഇടമുണ്ടോ എന്നതാണ്. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഉള്ളിൽ പാർക്കുമ്പോൾ ആ വചനം നമ്മിൽ ജ്ഞാനമായി നിറയുന്നു. ജ്ഞാനമാകുന്ന ആ വചനം നമ്മുടെ വാക്കുകളെ സ്വാധീനിക്കുന്നു. അത്തരത്തിലൊരു സ്വാധീനം സാധ്യമാകുമ്പോഴാണ് സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം കൃപയാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായ അനുഭവമായി മാറുന്നത്. ഈ സദൃശവാക്യത്തിന് അവഗാഹമായ പൊരുൾ മനസ്സിലാക്കുവാൻ സ്വർഗീയ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊരിക്കൽ കൂടി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വാക്കോ ഭോഷത്വം പൊഴിക്കുന്നു. ദൈവവചനത്തിന്റെ പൊരുൾ ഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ വലിയ ആശയത്തിന്റെ പൊരുൾ മനസ്സിലാക്കി പ്രതികരിക്കുവാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.